ഹായ് ഹലോ വെൽക്കം ബാക്ക്. തായ്ലൻഡ് വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലേ. തായ്ലൻഡിലെ ഇന്നത്തെ നമ്മുടെ 4ാമത്തെ ദിവസമാണ്. ഹായ്, ഇപ്പം നമ്മൾ വന്നേക്കുന്നത് സഫാരി വേൾഡിലാണ് കേട്ടോ. നമ്മളിപ്പോൾ പട്ടായയിൽ അവിടുന്ന് 2 hour യാത്രയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സഫാരി വേൾഡിലേക്ക് വന്നിട്ടുണ്ട്. ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്കിവിടെ ചെല്ലേണ്ടത്. അവിടെ ഇത് കാണിക്കുമ്പോഴാണ് നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. നമ്മുടെ കയ്യിൽ ബോട്ടിൽസ് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരവിടെ വാങ്ങി വയ്ക്കും. പിന്നെ ബാഗ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. തായ്ലൻഡ് ട്രിപ്പിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സഫാരി വേൾഡ്. സഫാരി വേൾഡ് 1989 സ്റ്റാർട്ട് ചെയ്തത്. മറൈൻ പാർക്കും സഫാരി വേൾഡും കൂടെ ചേർന്ന് ഏകദേശം 200 ഏക്കറോളം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധിക്കും. നിങ്ങൾ സഫാരി വേൾഡ് വരുവാണെങ്കിൽ മാക്സിമം നേരത്തെ വരാൻ ശ്രമിക്കുക കേട്ടോ. കാരണം 10 മണിയാകുമ്പോൾ ഷോ തുടങ്ങും. പിന്നെ ഇവിടെ പല വിവിധങ്ങളായ ഷോകളുണ്ട്. ഒറാങ്ങോട്ടൻ ഷോ, എലിഫൻ്റ് ഷോ, സ്റ്റണ്ട് ഷോ, അങ്ങനെ. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് അടുത്തതൊന്ന് അങ്ങനെയാണ്. ഒരു ദിവസം ഈ ഷോ ഒക്കെ ഒന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം മാക്സിമം കണ്ടുപോകണമെങ്കിൽ നേരത്തെ തന്നെ വരാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ഇന്ത്യൻസ് ആണ് കേട്ടോ അധികം ഉള്ളത്. കൂടുതൽ മലയാളീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് സഫാരി വേൾഡിൻ്റെ ഉള്ളിലേക്ക് കടന്നു. നമ്മൾ വന്നപ്പോൾ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു. ജസ്റ്റ് മിസ്സിങ് ആയിരുന്നു. പിന്നെ ബാക്കിലോട്ട് കയറാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ കയറി കേട്ടോ. ഫസ്റ്റ് ഒറാങ്ങുട്ടൻ ഷോ ആണ്. സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോ ആണ് കേട്ടോ. കാരണം ഒറാങ്ങുട്ടനെ പോലുള്ള ഒരു ആനിമലിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് എങ്ങനെയാണ് അവർ കൊണ്ടുവരുന്നത് എന്നുള്ള അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അവരുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ അപാര ടൈമിംഗ് ആണ് കേട്ടോ. ഇത് കാണുന്ന ഓരോ ഒറാങ്ങുട്ടന്മാരും സ്പെസിഫിക് ആയിട്ട് ഓരോ ടാസ്ക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഓരോരുത്തരും എത്ര പക്കയായിട്ടാണെന്ന് അറിയുമോ അവരവരുടെ ബെസ്റ്റായിട്ട് ചെയ്യുന്നതെന്ന്. അത്രമാത്രം മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, എല്ലാവരും തന്നെ ഈ ഷോ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഷോ മാത്രമല്ല, ഈ പാർക്കും നല്ല രീതിയിലാണെന്ന് അറിയുമോ സെറ്റ് ചെയ്തേക്കുന്നത്. നല്ലൊരു ജംഗിൾ തീമിലൊക്കെ നമ്മളിങ്ങനെ കണ്ട് നെക്സ്റ്റ് ഷോയുടെ ഇതിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ തന്നെ ഒരുപാട് വിവിധങ്ങളായ കാഴ്ചകളുണ്ട് കേട്ടോ. അത് നമ്മൾ കണ്ട് അടുത്ത് നെക്സ്റ്റ് ചെല്ലുമ്പോൾ നെക്സ്റ്റ് ഷോ തുടങ്ങും. ആ രീതിയിലാണ് കേട്ടോ അവരത് സെറ്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന എലിഫൻ്റ് ഷോ ആണ് കേട്ടോ. തായ്ലൻഡിനെ വെള്ളാനകളുടെ നാടെന്നല്ല അറിയപ്പെടുന്നത്. അപ്പം എലിഫൻ്റ് ഷോ ഇല്ലാതെ എന്താണ്. അപ്പം നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന എലിഫൻ്റ് ഷോ ആണ് കേട്ടോ. ഇതും വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു ഷോ ആണ് കേട്ടോ. ഒറാങ്കുട്ടന്മാരുടെ കാര്യം പറഞ്ഞ പോലെ ഓരോ എലിഫൻറ്റും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അത്ര രസകരമായിട്ടാണ് കേട്ടോ. ഈ എലഫൻ്റ് ഷോയിലും കുറച്ച് എലഫൻസ് വരുന്നു. അവരുടെ ടാസ്ക് ചെയ്യുന്നു, പോകുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അങ്ങനെയാണ് കേട്ടോ ഇതും. ഇത്രയൊന്നുമല്ല വീഡിയോസ്, ഇതിലധികം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബോറാവുമെന്ന് കരുതി ഞാൻ കുറച്ചേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ അവർ ഓഡിയൻസിനെയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. അതിലിരുന്ന് കുറച്ച് പേരെ വിളിച്ച് അവർ ഇങ്ങനെയൊക്കെ നമ്മളെയും അവർ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ എലഫൻ്റ് ഇങ്ങനെ ചിത്രം വരയ്ക്കുന്ന കേട്ടോ. അപ്പോൾ നല്ലൊരു ചിത്രമായിരുന്നു. ഇതാണ് വരച്ചത്. അത് കഴിഞ്ഞ് അവർ നമുക്ക് കാണിക്കും. പിന്നെ നമുക്കത് വേണേൽ വാങ്ങാം കേട്ടോ. പിന്നെ എലഫൻ്റ് ഷോയിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നമ്മൾ ഫ്രണ്ട് റോയിൽ ഇരിക്കല്ലോ കേട്ടോ. അതിങ്ങനെ ലാസ്റ്റ് വെള്ളം ചീറ്റിക്കും. അപ്പോൾ മൊത്തം നനയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 4-5 സീറ്റ് ബാക്കിലോട്ട് ഇരിക്കുന്നതായിരിക്കും നല്ല കേട്ടോ. ഫ്രണ്ടിൽ ഇരിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ നനയുന്നുണ്ട്. അതൊരു രസമുണ്ട് കേട്ടോ. എന്നാലും കാണാൻ നനഞ്ഞാലും.
നെക്സ്റ്റ് സ്പൈവാർ ആണ്. ഇവിടുന്ന് ഞാൻ ഇത് കണ്ടിറങ്ങിയപ്പോഴത്തേക്കും ഒരു ബിഗ് സ്ക്രീനിൽ സിനിമ കണ്ടിറങ്ങിയ ലാഭത്തോട് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. നല്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഷോ ആണ്. ഇതിൽ ആക്ഷൻ, ഫൈറ്റ്, സീക്വൻസ്, ബോംബ് ബ്ലാസ്റ്റിങ്, വെടിവെക്കൽ, സ്പീഡ് ബോട്ട്, ചേസിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. സമയം പോയത് അറിഞ്ഞേയില്ല കേട്ടോ. ഓരോന്ന് കഴിയുമ്പോഴും നെക്സ്റ്റ് എന്താണെന്നുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നേ. ഓഡിയൻസ് ആണെങ്കിലും നിറയെ ഓഡിയൻസ് ഉള്ളൊരു ഷോ ആയിരുന്നു കേട്ടോ ഇത്. ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇങ്ങനെ സൗത്ത് അമേരിക്കയിലുള്ള ഒരു മാമലാണ് കേട്ടോ, അൽപ്പാക്ക എന്നാ മറ്റോ പേര്. ഇപ്പോൾ ഇത് യൂറോപ്പിൻ്റെ പല ഭാഗത്തൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഓസ്ട്രേലിയയിലൊക്കെ ഇതുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ പോയി നോക്കുമ്പോൾ ഇങ്ങനെ ഡസൻ കണക്കിന് വന്നിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് നമ്മളെന്തോ കൊടുക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അവിടെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അവിടെ സാധനങ്ങളുണ്ട്, വാങ്ങിച്ച് ഫീഡ് ചെയ്യാം കേട്ടോ. കണ്ടപ്പോൾ ഒരു രസം തോന്നി, ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കങ്കാരു. ഇത് 200 ബാത്ത് കൊടുത്താൽ ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാം കേട്ടോ. ഇത് അവർക്കുള്ള ഫുഡാണ്. അപ്പോൾ അത് വാങ്ങി നമുക്ക് ഫീഡ് ചെയ്യാം. കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അവരൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഇല്ലേ ഇതൊക്കെ രസം ഇങ്ങനെ വാങ്ങി കൊടുക്കാനൊക്കെ. അപ്പോൾ അവരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ വാങ്ങി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് ബേഡ്സിൻ്റെ ഒക്കെ കേജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബേർഡിൻ്റെ വലിയ കേജ് ഉണ്ടായിരുന്നു, അതിൽ ഫ്ലെമിംഗോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫിഷ്, അങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ നെക്സ്റ്റ് നമുക്ക് ഓരോന്നോരോന്ന് കാണാനുണ്ട്. ചുമ്മാ നടക്കണ്ട, ഇങ്ങനെ ഓരോന്ന് കണ്ട് ഇങ്ങനെ നടക്കാം. ഇത് കണ്ടോ ഫിഷ്, ഇതൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഉച്ചക്കത്തെ. പിന്നെ ലഞ്ച് കഴിക്കണം. അപ്പോൾ അത് ഈ സഫാരി വേൾഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. പുറത്തേക്ക് അങ്ങ് പോകേണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണം, മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അവർ സീറ്റ് നമ്പർ ഉൾപ്പെടെ നമുക്ക് തരും കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ നടന്നപ്പോഴാണ് എൻ്റെ ഒരു കാതിലെ കമ്മൽ കാണാനില്ല, ഒരെണ്ണം ഇല്ല, അതെവിടെ പോയി, ചാടിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടന്നപ്പോഴാണ് കേട്ടോ കണ്ടത്. അങ്ങനെ അവിടെ എത്തി. അവിടെ ഇങ്ങനെ നമുക്ക് ടേബിളാണ് കേട്ടോ ഉള്ളത്. ഇപ്പം നമ്മൾ 3 പേര് 4 പേരാണ്. ആ 4 പേരിൻ്റെ സീറ്റിൻ്റെ ടേബിളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കേണ്ട, നമുക്ക് നമ്മുടെ കൂടെയുള്ളവരുടെ കൂടെ തന്നെ ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നെക്സ്റ്റ് നമുക്ക് അവിടെ ഉള്ളത് ഡോൾഫിൻ ഷോ ആണ് കേട്ടോ. അതിൽ വളരെയധികം ഒരുപാട് ഓഡിയൻസ് ഉള്ള ഒരു ഷോ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഡോൾഫിനെ കാണുന്നത് കേട്ടോ. അവിടെ ഇന്ത്യൻ സോങ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ വന്ദേ മാതരം പറയണ കേട്ടാ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് സീ ലയൺ ഷോ ആണ് കേട്ടോ. ഡോൾഫിനൊക്കെ പോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് വളരെ അപാരമായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും. അത് പെർഫോമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കയറിയിരുന്ന് എല്ലാവരും കൂടെ കൈയടിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓഡിയൻസിനെ എൻകറേജ് ചെയ്യിക്കാൻ നമ്മളെക്കൊണ്ടും ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നും ആളെ വിളിപ്പിച്ച് അവർ ചെയ്യിക്കുന്നുണ്ടായിരുന്നേ.
നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റണ്ട് ഷോ ആണ്. ഇത് ഇവിടുത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷോ ആണ്. നിങ്ങൾ ഹൈദരാബാദ് റാമോജി ഫിലിം സിറ്റി പോയിട്ടുള്ളവരാണ് ഇത് കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ പോയപ്പോൾ ഒരു തവണ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ സ്റ്റണ്ട് ഷോ ആണ്. പിന്നെ നമ്മുടെ പഴയ കാലത്തെ സ്ട്രീറ്റും ഒക്കെ ആയിട്ട് അവിടെ നടക്കുന്ന സ്റ്റണ്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതൊരു പഴയ സിനിമ കാണുന്ന ഒരു ഫീലാണ് ഇത് കൊണ്ടുവരുന്നത് കേട്ടോ. അറിയാൻ പോകുന്നുണ്ടോ? അങ്ങനെ സഫാരി വേൾഡിലെ അന്നത്തെ ഷോ എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് പോകേണ്ടത് സഫാരി പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ കമ്മൽ പോയ പോലെ തന്നെ എൻ്റെ കയ്യിലെ വളയുടെ സ്റ്റഡും പോയിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയ വളയായിരുന്നു. അതിൽ ഈ കമ്മലിൻ്റെ അതേ ഷേപ്പിലുള്ള വലിയ ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ, അതും പോയി കിട്ടി. അങ്ങനെ നമ്മൾ അതിൻ്റെ പുറത്തിറങ്ങി. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും എടുത്തു കേട്ടോ കുറച്ച് ഫോട്ടോസ്. ആ കാണുന്ന ആനയില്ലേ, അത് വന്ന് ചന്ദനത്തടിയിൽ നിർമ്മിച്ചാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ പോയി ഒന്ന് തടവിയൊക്കെ നോക്കി അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് നേരെ പോകേണ്ടത് സഫാരി പാർക്കിലേക്കാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് അത്. ഇങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വേറെ ഇങ്ങനെ തിരിഞ്ഞ് പോവുക കണ്ടാൽ ചെയ്യണം. എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. അപ്പോൾ ഇനി പോകേണ്ടത് പാർക്കിലേക്കാണ്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, കാരണം അല്ലെങ്കിൽ വീഡിയോസ് ഒരുപാട് ലെങ്തി ആയിപ്പോവും. ഇതിന് മുന്നേ ഞാൻ തായ്ലൻഡ് വ്ളോഗിൻ്റെ ഓരോ വീഡിയോ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ ആ ഹൈപ്പിലും കൂടെ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.